أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. പരിശുദ്ധ റമളാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ത്യാഗനിർഭരമായ ഒരു മാസക്കാലത്തെ ഉദാനുഷ്ഠാന നാളുകൾക്ക് സാക്ഷികളാകുവാനും അള്ളാഹു കൽപ്പിച്ച പ്രകാരം, പ്രവാചകൻ പഠിപ്പിച്ച പ്രകാരം ആ ആരാധനാ കർമ്മം നിർവഹിക്കാനും നാം ശ്രമിക്കുകയുണ്ടായി. അള്ളാഹു നമ്മിൽ നിന്നും എല്ലാ അർത്ഥത്തിലും ഈ ആരാധനാ കർമ്മം സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാം. റമളാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്ന നിലക്ക് റമളാനാകുന്ന പാഠശാല, അതിലെ ഒരു മാസക്കാലത്തെ പഠനം കഴിഞ്ഞ് പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ഒരു ഫീഡ്ബാക്ക് എപ്പോഴും നല്ലതാണ് ഏത് കാര്യത്തിനും. അതിൻ്റെ സമ്പൂർത്തീകരണത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ, ഞാൻ ആ ചെയ്തത് എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു, എന്ത് റിസൾട്ടാണ് അതിനുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പുനർവിചിന്തനം അനിവാര്യമാണ്. ആ നിലക്ക് റമളാനാകുന്ന ആ ഒരു മാസക്കാലത്തെ മദ്രസയിൽ നിന്ന്, പാഠശാലയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു, റമളാൻ നമ്മെ എന്തൊക്കെ പരിശീലിപ്പിച്ചു, പഠിപ്പിച്ചു എന്ന ഒരു ചിന്തയാണ് ഇന്ന് അഭികാമ്യമായിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. ഒരു അതിഥി വന്നു, നിന്നു, പോയി. ആ വരവും പോക്കും റമളാനിന് മാത്രമല്ല, ജീവിതത്തിൽ മൊത്തത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഗതിയാണ്. പ്രഭാത പ്രദോഷങ്ങൾ പോലെ, രാപ്പകലുകൾ കണക്കെ നമ്മുടെ കുഞ്ഞായി ഉള്ള ജനനം ഒരു നാൾ നടന്നു. ആ കുഞ്ഞ് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി. അത് ബാല്യത്തിലെത്തി, കൗമാരം കഴിഞ്ഞു, യൗവനം പിന്നിട്ടു. പെട്ടെന്ന് അയാൾ വൃദ്ധനായി മാറുന്നു. നടന്നിരുന്ന മനുഷ്യൻ, ലോകം മുഴുക്കെ കീഴടക്കി എന്ന് അഭിമാനിച്ച മനുഷ്യൻ, അയാൾ പക്ഷേ എഞ്ചിനീയറായിരിക്കാം, ശാസ്ത്രജ്ഞനായിരിക്കാം, പ്രാസംഗികനായിരിക്കാം, ചിന്തകനായിരിക്കാം, വിദ്യാഭ്യാസ വിചക്ഷണനായിരിക്കാം, രാഷ്ട്രീയ നേതാവായിരിക്കാം, ആരാവട്ടെ, ഒന്നിനും കഴിയാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു സ്റ്റേജിലേക്ക് ആ നമ്മുടെ ആയുസ് നമ്മൾ അവസാനം കൊണ്ടെത്തിക്കുകയാണ്. മരണവേളയിൽ അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ ആളുകൾ പറയും, കുറച്ച് കാലമായിട്ട് വയ്യാതെ കിടപ്പിലായിരുന്നു, അല്ലെങ്കിൽ തീരെ ആട്ടും അനക്കൊന്നും ഉണ്ടായിരുന്നില്ല, വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു,
എന്ന രൂപത്തിലൊക്കെ പറയപ്പെടുമാറുള്ള ഒരവസ്ഥയിലേക്ക് എല്ലാറ്റിനും കഴിയുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നല്ല, വളരെ ദ്രുതഗതിയിൽ അങ്ങനെ എത്തുക. അതാണ് മനുഷ്യന്റെ ആയുസ്. ആ ആയുസ്സിനിടക്ക് ഈ വരവും പോക്കും, ആ തുടക്കവും ഒടുക്കവും വളരെ പെട്ടെന്ന് നടക്കും എന്ന ഒരു സംഗതി നോമ്പ് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ആ വിശുദ്ധ റമളാൻ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത പാഠങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ നമുക്ക് കിട്ടും. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഒരു പുനർവിചിന്തനം, ഒരു റീതിങ്കിങ് അനിവാര്യമായതിനാൽ, കാരണം ആ സ്വഭാവങ്ങളും ഗുണങ്ങളും ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടുള്ളതല്ല. അവയൊക്കെ സ്ഥിരമായി നമ്മൾ കൊണ്ടു നടക്കാൻ ശ്രമിക്കേണ്ട കുറെ ശീലങ്ങളാണ് നമ്മൾ ശീലിച്ചത്. അത് റമളാൻ കാലത്തേക്ക് മാത്രമായിരുന്നില്ല. ഒന്നും അങ്ങനെയല്ലല്ലോ. നമ്മൾ പരീക്ഷ എഴുതുന്നത് പരീക്ഷ എഴുതാനല്ല, അതിനൊരു റിസൾട്ട് കിട്ടാനാണ്. ഈ ലോകത്തെ ജീവിതം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തോടെ അവസാനിക്കുന്നതല്ല. അതിന് പാരത്രികമായ ചില നേട്ടങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ നോമ്പ് പരിശീലിപ്പിച്ച ഒന്നാമത്തെ ഗുണം സർവസ്വവും റബ്ബിന് സമർപ്പിക്കാനുള്ള ഒരു സമർപ്പിത ജീവിതം നയിക്കാനുള്ള ഒരു ശിക്ഷണമാണ്, പരിശീലനമാണ്. ജീവന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായ വെള്ളവും ഭക്ഷണവും വരെ ഒഴിവാക്കാൻ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ തയ്യാറായി എന്നുള്ളതാണ്. പ്രതികൂലമായ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും അവയൊക്കെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, റബ്ബിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാനിച്ചുകൊണ്ട് നമ്മൾ മാറ്റിവെച്ചു. ആ ഒരു തസ്ലീം, ഒരു കീഴൊതുക്കം, അതാണ് ഇസ്ലാം, സമർപ്പണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 112-ാമത്തെ ആയത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയെ പഠിപ്പിച്ചത് അതാണ്. ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വിശ്വാസികളോടായി ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅഖീമുസ്സലാ വആതുസ് സക്കാ, നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണം. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ധനത്തിൽ നിന്ന് അതിന്റെ സാക്ഷാൽ ഉടമകൾ നിങ്ങളല്ല, അതിന്റെ കൈകാര്യകർത്തൃത്വം നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു നൽകിയ ധനത്തിൽ നിന്ന് നിങ്ങൾ സക്കാത്തും നൽകണം. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും, നിങ്ങൾക്ക് ഗുണകരമായി മിൻ ഖൈർ, എന്ത് ഖൈറായ കാര്യം നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ തജിദൂഹു ഇൻദല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അതിനെ വളരെ സൂക്ഷ്മമായി നോക്കിക്കാണാൻ കഴിവുള്ളവനത്രേ അല്ലാഹു. ജൂത ക്രിസ്ത്യാനികളൊക്കെ പലപ്പോഴും മനക്കോട്ട കെട്ടുന്നവരായിരുന്നു. വിശ്വാസികൾക്ക് അതത്ര ചേർന്നതല്ല. അവർ പറഞ്ഞത് വഖാലൂ ലൻ യദ്ഖുലൽ ജന്ന ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, ജൂതനായി ജനിച്ചാൽ, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അവരെ ചിന്ത. അന്നത്തെ അതേ ജൂത സിദ്ധാന്തം തന്നെയാണെന്നും. അതുകൊണ്ട് ജൂതനായി ജനിച്ചയാളല്ലാതെ, അതല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പറഞ്ഞത് ക്രിസ്ത്യാനിയായി ജനിച്ചോനല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കൂല, സ്വർഗം ഞങ്ങൾക്കുള്ളതാ. തിൽക അമാനിയുഹും, അതൊക്കെ അവരെ ഒരു പൂതി മാത്രമാണ്. ഖുൽ ഹാതു ബുർഹാനക്കും, അങ്ങനെ നിങ്ങൾ പറയണമെങ്കിൽ അതിന്റെ പ്രമാണം എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ആ പ്രമാണമാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഉദ്ധരിച്ചത്. ഏത് 112-ാമത്തെ ആയത്ത്. ബല, കാര്യം നിങ്ങൾ പറയുന്ന മാതിരിയല്ല.
എന്താണ് വിഷയം? മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, ആര് സൽക്കർമ്മകാരിയായിക്കൊണ്ട് വഹുവ മുഹ്സിൻ, സൽക്കർമ്മകാരിയായിക്കൊണ്ട് അല്ലാഹുവിന് ആത്മസമർപ്പണം ചെയ്തുവോ ഫലഹു അജ്റുഹു ഇൻദ റബ്ബി, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുകയും സുഹൃതൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ അതിനാണ് അല്ലാഹുവിങ്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുക. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അത്തരക്കാർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഈ ഒരു തസ്ലീം ഉണ്ടല്ലോ, ഈ ഒരു കീഴൊതുക്കം, അത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ റമളാൻ ശവ്വാൽ വ്യത്യാസമില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാസത്തിൽ ഒരു പ്രത്യേക മാസം മാത്രം കൊണ്ടു നടക്കേണ്ട ഒന്നല്ല. ഈ ഒരു കീഴൊതുങ്ങി അള്ളാഹുവിന്റെ കൽപ്പന ശിരസ വഹിച്ച് ജീവിക്കുക എന്നത് ജീവിതത്തിലുടനീളം വിശ്വാസി കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. മറ്റൊരു വലിയ പാഠം സൗമും സബറും തമ്മിലുള്ള ബന്ധമാണ്. സഹനത്തിന്റെയും ആത്മസംയമനത്തിന്റെയും പ്രായോഗിക പരിശീലനമായിരുന്നു യഥാർത്ഥത്തിൽ നോമ്പ്. നോമ്പിന്റെ പ്രതിഫലം എത്രയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അത് എനിക്കുള്ള ഇബാദത്താണ്, അതിന് കൂലി കൊടുക്കുന്നവൻ ഞാനാണ് എന്ന് മാത്രമേ പറഞ്ഞു നിർത്തിയുള്ളൂ. അതിന്റെ ഒരു എണ്ണവും വണ്ണവും പറഞ്ഞിട്ടില്ല. എല്ലാ സൽക്കർമ്മങ്ങൾക്കും 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലിയുണ്ട്. എന്നാ 700 ഇരട്ടിയാണോ നോമ്പിന്? അല്ല, അത് കണക്കാക്കാൻ പറ്റാത്ത അത്രയാണ്. അത് തന്നെയാണ് സബറിനും ഉള്ളത്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കല്ലാത്ത പ്രതിഫലമാണ് ക്ഷമിക്കുന്ന ആളുകൾക്കുള്ളത് എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ ആത്മനിയന്ത്രണത്തിന്റെയും ധർമ്മനിഷ്ഠയുടെയും ഒരു സൂക്ഷ്മത ബോധവും തഖ്വയും വിശ്വാസിക്ക് തന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു പരിശീലനം നോമ്പിലൂടെ കിട്ടി. അതിന്റെ മെയിൻ ലക്ഷ്യമായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞത് ഈ ഒരു വിശാലമായ അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് വൃഥാവിലാകും. മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തുആമഹു വ ശറാബഹ. നോമ്പിലുടനീളം നമ്മൾ കേട്ടതാണ്. വെറും പട്ടിണിയായി പോകും. അനാവശ്യമായ സംസാരങ്ങളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരാൾക്ക് മാറി നിൽക്കാൻ നോമ്പുകാലത്ത് കഴിഞ്ഞില്ലെങ്കിൽ ആ നോമ്പ് വൃഥാ പട്ടിണിയിലാവുകയാണ്. അവിടെ ഒരു സൂക്ഷ്മതാബോധം വിശ്വാസിയെ സദാ പിന്തുടരേണ്ടതുണ്ട്. എല്ലാ ആരാധനകളുടെയും ചൈതന്യം യഥാർത്ഥത്തിൽ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന ഈ സൂക്ഷ്മതാബോധമാണ്. അതേ തുടർന്ന് വരുന്നതാണ് റബ്ബിനെക്കുറിച്ച് എപ്പോഴും ഓർക്കാൻ വിശ്വാസിയെ നോമ്പ് സന്നദ്ധനാക്കി. പ്രതികൂലമായ സാഹചര്യങ്ങളിലും എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. വേണ്ടാത്തത് കേൾക്കാതിരിക്കാനും കാണാതിരിക്കാനും പ്രവർത്തിക്കാതിരിക്കാനും ഒക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള അധമ്യമായ സ്മരണയും അള്ളാഹു തന്റെ കൂടെയുണ്ട് എന്ന ബോധവുമാണ് അത്തരം തെറ്റുകളിൽ നിന്ന് ഒരു വിശ്വാസിയെ, ഒരു നോമ്പുകാരനെ തടുത്തു നിർത്തിയത്. വഹുവ മഅകും ഐനമാ കുൻതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ എവിടെയാണെങ്കിലും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അത് വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് പടച്ച തമ്പുരാൻ. ഈ ഒരു പാഠം നോമ്പ് നമ്മളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ മനുഷ്യൻ എന്ന നിലയ്ക്ക് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ വയ്യ. എന്നാൽ ആ തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് റബ്ബിനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ തേടാൻ പാപമോചനത്തിന്റെ ദിനരാത്രങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഉദാനുഷ്ഠാന ദിനങ്ങൾ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി വമൻ ഖാമ റമളാന ഈമാനൻ
വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നൊക്കെ നമ്മെ പഠിപ്പിച്ചത്. ഒരു ജമാഅത്ത് നമസ്കാരവും പാഴാക്കാതിരിക്കാൻ വിശ്വാസി പ്രത്യേകം ശ്രദ്ധിച്ചത് ഈ അടിസ്ഥാനത്തിലായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വലാത്തുർ റജുലി ഫി ജമാഅ തസീദു അലാ സ്വലാത്തിഹി ഫി സൂഖിഹി أو وبيته بضعا وعشرين درجة وذلك أن أحدهم إذا تولأ فأحسن الوضوء ثم أتى المسجد لا ينهزه إلا الصلاة أي لا يريد إلا الصلاة. ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചത് ഒരാൾ ജമാഅത്തായി നമസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അയാൾ ജോലി ചെയ്യുന്ന അങ്ങാടിയിലോ അയാൾ താമസിക്കുന്ന വീട്ടിലോ വെച്ച് സ്വന്തമായല്ല അയാൾ നമസ്കരിച്ചത് എങ്കിൽ നമസ്കാരമല്ലാതെ മറ്റൊരു ഉദ്ദേശ്യവുമില്ല അയാളുടെ മനസ്സിൽ, ആ ജമാഅത്ത് നമസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിലെത്തിയാൽ അയാളുടെ ഓരോ കാലടിയുടെയും എണ്ണത്തിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ പാപം പൊറുക്കും. അതുപോലെ തന്നെ മറ്റൊരു കാലടിക്കനുസരിച്ച് അല്ലാഹു അയാളുടെ സ്വർഗത്തിലുള്ള ദറജ ഉയർത്തുകയും ചെയ്യും. അങ്ങനെ ഫൈദാ ദഖലൽ മസ്ജിദ്, അയാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ കാന ഫിസ്വലാ മാ കാനത്തി സ്വലാത്തു ഹിയ തഹ്ബിസു, ആ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുവോളം ആ ഇരുത്തം പോലും നമസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന സംഗതിയാണ്. والملائكة يصلون على أحدكم ما دام في مجلسه الذي صلى فيه. നമസ്കരിച്ച സ്ഥലത്ത് ആണ് അയാൾ ഇരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ പ്രാർത്ഥിക്കും? യഖൂലൂൻ, ആ മലക്കുകളുടെ പ്രാർത്ഥന വരെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. അല്ലാഹുമ്മർഹംഹു, അള്ളാഹുവേ നിന്റെ ഈ സദ്ബുദ്ധനായ ദാസന്, ജമാഅത്ത് നമസ്കാരം പ്രതീക്ഷിച്ച ഈ ഭവനത്തിലെത്തിയ ഈ ദാസന് നീ കരുണ ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ അടിമക്ക് നീ പൊറുത്തു കൊടുക്കണമേ. അല്ലാഹുമ്മ തുബ് അലൈഹി, ഈ അടിമയുടെ പാപം അഖിലം നീ പൊറുത്ത് മാപ്പാക്കി കൊടുക്കുകയും പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, വിശുദ്ധ റമളാനിന്റെ രാപ്പകലുകൾ നന്മകൾ നിറഞ്ഞ രാത്രങ്ങളായിരുന്നു. പരമാവധി ഇഹ്സാനിന് വേണ്ടിയാണ് നാം നമ്മുടെ സമയം ചിലവഴിച്ചത്. സാധുക്കളായ ആളുകളുടെ കണ്ണീരൊപ്പാൻ, അവരുടെ വിഷമങ്ങൾ തീർക്കാൻ, സ്വതക്കയും സകാത്തുമായി ഏതേത് രൂപത്തിലാണ് നമ്മൾ ധനം ചെലവഴിച്ചുകൊണ്ടിരുന്നത്. ആ ഇഹ്സാനിന്റെ നാളുകൾ ഒരിക്കലും വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും അവസാനിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അവന് കുടുംബബന്ധം ചേർത്തുകയും അയൽപ്പക്കക്കാരോട് നല്ല നിലയിൽ വർത്തിക്കുകയും സംസാരത്തിൽ മാന്യത പുലർത്തുകയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ സൂക്ഷ്മത കൈവരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു യഥാർത്ഥ മുഹ്സിനായി ജീവിക്കാനുള്ള ശ്രമം വിശ്വാസി എന്ന നിലക്ക് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയുണ്ടായി. അത് ഒരു കനിവിന്റെ വറ്റാത്ത നീരുറവ പോലെയായിരുന്നു വിശ്വാസിയുടെ ജീവിതം. മറ്റൊന്ന് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. റമളാൻ മൂസിമുൽ ഖുർആൻ എന്നാണ് നമ്മളൊക്കെ കേട്ടത്. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം എന്ന നിലക്ക് അത് വിശുദ്ധ ഖുർആനിന്റെ ഒരു സീസണായിരുന്നു. എന്നാൽ അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആൻ ഒരിക്കലും ഒരു നോമ്പുകാലത്തോടെ മാത്രം ആ ബന്ധം മുറിച്ചു കളയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു അവസ്ഥയുണ്ടാകാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് ഖുർആൻ നൽകുന്നുണ്ട്. അതെന്താണത്? വഖാല റസൂൽ, അള്ളാഹുവിന്റെ തിരുദൂതർ അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിക്കുന്ന ഒരു പരാതിയുണ്ട്. ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ഈ ജനത ഈ ഖുർആനിനെ എല്ലാ അർത്ഥത്തിലും
വെടിഞ്ഞിരിക്കുന്നു റബ്ബേ എന്ന്. കേവല പാരായണത്തെക്കുറിച്ച് മാത്രമല്ല, ആ ഖുർആൻ തന്റെ വഴികാട്ടിയായി അവൻ സ്വീകരിച്ചില്ല, അവൻ അത് തന്റെ ഭരണഘടനയായി അവൻ അംഗീകരിച്ചില്ല. ആ ഖുർആൻ കാണിച്ച യഥാർത്ഥ മാർഗത്തിലൂടെ ചരിക്കാൻ അവനൊട്ട് ശ്രമിച്ചതുമില്ല. അങ്ങനെയൊക്കെയാണ് മുഫസ്സിറുകളായ മഹാന്മാർ അതിനു കൊടുത്ത വ്യാഖ്യാനം. അതുകൊണ്ട് ഖുർആൻ പാരായണവും ഖുർആൻ വിചിന്തനവും ഖുർആൻ പഠനവും ഖുർആൻ മനനവും ഖുർആൻ ക്ലാസുകളും ഇനിയും തുടരേണ്ടതുണ്ട് എന്നർത്ഥം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന. ഒരു ഹർഫ് ഖുർആൻ ഓതിയാൽ അതൊരു നന്മയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചത് അലിഫ് ലാം മീം എന്നാണ് ഒരാൾ പാരായണം ചെയ്തതെങ്കിൽ അത് ഒരു നന്മയല്ല. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം എന്നൊരാൾ പാരായണം ചെയ്യുമ്പോൾ 3 ഹർഫുകൾ പാരായണം ചെയ്ത കൂലിയാണ് കിട്ടുന്നതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അതുപോലെ തന്നെ വളരെ പ്രാധാന്യപൂർവ്വം ഓർക്കേണ്ട സംഗതിയായിരുന്നു നമ്മളൊക്കെ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങാൻ ശ്രമിച്ചു എന്നത്. വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുക. വഅസ്ലിമൂ ലഹു, എന്നിട്ട് ആ റബ്ബിന് കീഴൊതുങ്ങി ജീവിക്കണം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്ത, അല്ലാഹുവിന്റെ ശിക്ഷ പെട്ടെന്ന് നിങ്ങളെ ബാധിക്കുന്നതിന് മുമ്പ്. വഅൻതും ലാ തശ്ഉറൂൻ, ആ ശിക്ഷ വന്നെത്തുന്നത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് അത്തരം ഒരു നാള് മുമ്പിൽ കണ്ട് നമ്മളൊക്കെ ശുദ്ധീകരണത്തിന്റെ വിമലീകരണത്തിന്റെ പശ്ചാത്താപത്തിന്റെ വഴിയിലായിരുന്നു നോമ്പുകാലത്ത്. അതുപോലെ തന്നെയായിരുന്നു ആത്മാർത്ഥമായ നമ്മുടെ ഇസ്തിഗ്ഫാറിനും തൗബക്കും മറ്റെല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയായിരുന്നു നമ്മൾ നമ്മളുടെ നോമ്പിന്റെ രാപ്പകലുകളിൽ വലിയ ഒരു ഭാഗം നമ്മൾ നീക്കിവെച്ചത്. ആ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു നിലയും വിലയും കൽപ്പിക്കുകയില്ല. പക്ഷേ ഈ വിഷയം ഉൾക്കൊള്ളേണ്ടതിന് പകരം നിങ്ങൾ ശിക്ഷ അനിവാര്യമായ രൂപത്തിൽ ഈ കാര്യം മറന്നു കളയുകയും നിങ്ങൾ അവഗണിക്കുകയുമാണ് ചെയ്തതെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്തരം വിഭാഗത്തിൽ പെടാതിരിക്കാനായിരുന്നു നാം ശ്രമിച്ചത്. കുറേ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ മാത്രം തിട്ടപ്പെടുത്തി പറഞ്ഞു എന്നേ ഉള്ളൂ. നാം നോമ്പുകാലത്ത് നേടിയെടുത്ത എല്ലാ നന്മകളും മറക്കാതെ തുടർന്നും ജീവിതത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കണം. നോമ്പ് പോലെ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല, എല്ലാ കാലത്തും നോമ്പുമല്ല. അതേ സമയത്ത് എന്തെല്ലാം പ്രതിഫലാർഹമായ കാര്യങ്ങൾ നോമ്പുകാലത്ത് പരിശീലിച്ചിട്ടുണ്ടോ നഷ്ടപ്പെടാതെ ഇനിയും അവ തുടർത്താൻ, ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹുവേ, ഭയപ്പെട്ടുകൊണ്ട് അവന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് അവന്റെ അനുഗ്രഹത്തിന് ആശിച്ചുകൊണ്ട് പരമാവധി സൂക്ഷ്മതാബോധം ജീവിതത്തിൽ പുലർത്തി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ റമളാനിന്റെ രാപ്പകലുകളിൽ നമ്മൾ ചെയ്തു പോന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെ എന്ന് രണ്ടാമതൊന്ന്
പുനർവിചിന്തനത്തിന് വിധേയമാക്കുകയായിരുന്നു നമ്മൾ ചെയ്തത്. പെട്ടെന്നാണ് ആളുകൾക്ക് മാറ്റം സംഭവിക്കുക. എന്നുവെച്ചാൽ ജമാഅത്ത് നമസ്കാരത്തിൽ കണ്ട ഖുർആൻ പാരായണത്തിന് പ്രാമുഖ്യം കൽപ്പിച്ച, അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങളോട് വലിയ പ്രതിബദ്ധത കാണിച്ച, നന്മ നിറഞ്ഞ ജീവിതം നയിച്ച മനുഷ്യന്മാർ തന്നെ പെട്ടെന്ന് ഒരു ശവ്വാലില് ഇതൊന്നും തനിക്ക് ബാധകല്ല എന്ന കോലത്തിലാണ് മറിയണം. പെരുന്നാൾ രാവിൽ പോലും നല്ലൊരു ശതമാനം മഞ്ചേരിയിലെ മനുഷ്യന്മാര് അല്ലെങ്കിൽ മഞ്ചേരിയുടെ പരിസരത്തുള്ള ആൾക്കാരൊക്കെ ആടുജീവിതത്തിലായിരുന്നു. ഏതോ ഒരു സാധു ഏതോ ഒരു അറബിന്റെ അടുത്ത് ചെന്ന് പെട്ടു. എല്ലാ അറബികളും അങ്ങനെയല്ല. നമ്മൾ നിസ്കരിക്കണ പല പള്ളികളും നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂം വരെ നമ്മൾ പൈസ കൊടുക്കിയതല്ല, ഒക്കെ ഈ അറബികളെ പണം. എത്രയാണ് സൗദി അറേബ്യയുടെ പണം ഫലസ്തീനിലേക്ക് അവിടുത്തെ സാധുക്കളെ സഹായിക്കാൻ അവര് വിമാനമാർഗം അയച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സൗദി അറേബ്യ മാത്രമല്ല, എല്ലാ അറബ് കൺട്രീസും ചെയ്യുന്നുണ്ട്. ചെയ്തത് എമ്പാടും മതി എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഫലസ്തീൻ വിഷയത്തിൽ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, വേറൊരു വിഷയം. ഞാൻ പറയുന്നത് ഏതോ ഒരു അറബി ഏതോ ഒരു തെക്ക് ഭാഗത്തുള്ള സഹോദരനോട് അയാളെ ഭാഗ്യദോഷം കൊണ്ട് വളരെ മോശമായി പെരുമാറി. ആ പെരുമാറിയത് മോശം തന്നെയാണ്, അതിന് നമുക്ക് ന്യായീകരിക്കേണ്ടതില്ല. പക്ഷേ ആടുജീവിതം പൊക്കി പിടിച്ചിട്ട് ഇതാണ് മുസ്ലിമീങ്ങള്, ഇതാണ് അറബികള്, ഇതാണ് സൗദി അറേബ്യ എന്നൊക്കെ പറയുന്നത് വളരെ മോശമല്ലേ? അത് കഥയ്ക്ക് വേണ്ടി, ഒരു സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ആയിരിക്കാം. പക്ഷേ മുഅ്മിനീങ്ങളായ മുഅ്മിനീങ്ങളൊക്കെ ഇപ്പൊ ഒരു സൈസ് ആടുജീവിതത്തിലായി പോയി എന്നുള്ളത് വല്ലാത്തൊരു ദുഃഖകരമായ സത്യമാണ്. അതില് ചില ഒളി അജണ്ടകളുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഇവരെ ഇസ്ലാം, ഇതൊക്കെയാണ് ഇവരെ സൗദി, ഇതൊക്കെയാണ് അറബികള് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. സൗദി അറേബ്യ ആയതുകൊണ്ട് തൽക്കാലം അത് ബാൻ ചെയ്തിട്ടുള്ളൂ. നമ്മളെ നാട്ടിലൊന്നാണെങ്കിൽ പ്രദർശിപ്പിക്കാനുള്ള അനുവാദം തന്നെ കിട്ടൂല. അഥവാ പ്രദർശിപ്പിച്ചോനെ അണ്ടൽമൊട്ട് നടക്കാനും പറ്റൂല. അപ്പോ മറ്റേ ദൈവത്തിന്റെ പേര് അറിഞ്ഞിക്കാണ്ട് ഓൻ അത് ഉൾപ്പിച്ചു. എന്നിട്ട് ഓനെ ആ കോലത്തിൽ തന്നെ ഈ ദുനിയാവെന്ന് വിട പറയാനുള്ള പരിപാടി എന്താണെന്നും കൂടെ നോക്കും. അതാണ് നമ്മളെ സ്ഥിതി. ഇരിക്കട്ടെ. അപ്പോ നമ്മള് പലപ്പോഴും നീതിയുടെ കൂടെയോ സത്യത്തിന്റെ കൂടെയോ അല്ല, ഒരു നല്ല കർമ്മത്തിനു വേണ്ടി പലപ്പോഴും നമ്മൾ ആരും വല്ലാതെ മെനക്കെടാറുമില്ല. ഇനിയിപ്പോ അതാ വേറെ ഒരു സംഗതി കൂടെ ഉണ്ട്. അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. ഒരു കുഞ്ഞിന്റെ ജീവൻ അബദ്ധത്തിൽ പൊലിഞ്ഞു പോയതിന്റെ പേരിലാണ് കോഴിക്കോട്ടുള്ള ഒരു അബ്ദുറഹീം എന്ന സഹോദരന്റെ ജീവന് വലിയ വില ബ്ലഡ് മണി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് തന്നെ അത് പിരിച്ചെടുത്തിട്ട് ആ ബ്ലഡ് മണി കൊടുത്തിട്ട് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമം മുസ്ലിങ്ങളും അല്ലാത്തവരും ഒക്കെ കൂടെ ഒരു ഭഗീരഥ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അതിൽ പങ്കുചേരാനുള്ള ഒരു അവസരമുണ്ട് എന്ന് മാത്രമല്ല, നമ്മളുടെ പ്രസ്ഥാനവും അതിന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അവരവരാൽ കഴിയുന്ന സഹായം ഈ അബ്ദുറഹീമിന്റെ ബ്ലഡ് മണിക്ക് വേണ്ടി 10 34 അതിലധികമോ കോടി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ ആ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു കലക്ഷൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആ വിഷയത്തില് അത്തരം കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ കൂടുതൽ സജീവരായി മാറേണ്ടത്. നമ്മളുടെ ശ്രദ്ധ നമ്മൾ തിരിച്ചുവിടേണ്ടത്. നമ്മൾ നോമ്പിലൂടെ നമ്മൾ കാണിച്ച ആ ഇഹ്സാനിന്റെ, സ്വതക്കയുടെ, നന്മയുടെ, സദ്വൃത്തിയുടെ ഒക്കെ ആ പാഠങ്ങൾ കൂടുതൽ പ്രോജ്വലമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയും നമ്മൾ ഭാഗവാക്കാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ പഠിപ്പിച്ച ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, യാ അബ്ദുല്ലാഹ് ലാ തകുൻ ബിമിസ്ലി
ഫുലാൻ, നീ ഒരിക്കലും ഒരാളെപ്പോലെയാകരുത്. എന്താ അയാളുടെ പ്രത്യേകത? കാന യഖൂമുൽ ലൈൽ ഫതറക ഖിയാമൽ ലൈൽ, രാത്രിയിൽ നിന്ന് നിസ്കരിക്കാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ശവ്വാല് വന്നപ്പോഴേക്ക് അയാൾ അതൊക്കെ മറന്ന കോലത്തിലാവുക. അത് നമ്മളെ പറ്റിയാകരുതേ ആ പറഞ്ഞത്. ആ മുന്നറിയിപ്പ് നമ്മൾ മുഖവിലേക്കെടുക്കണം. അള്ളാഹുവിന്റെ ഖുർആനും പഠിപ്പിച്ചു, വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. റൈത്ത എന്ന് പേരിട്ട ഒരു ഭ്രാന്തി പെണ്ണ് പരുത്തി തുണി നന്നായി പിരി ഉണ്ടാക്കി നൂലുണ്ടാക്കി അവസാനം വൈകുന്നേരമാവുമ്പോഴേക്ക് ആ നൂലൊക്കെ തിരിച്ച് പരുത്തി തന്നെ ആക്കുന്ന ഒരു ഭ്രാന്തൻ പണി. അതേമാതിരി ഒരിക്കലും നിങ്ങളായിപ്പോകരുത് എന്ന ഖുർആനിന്റെ മുന്നറിയിപ്പ് കൂടി നമ്മൾ മുഖവിലക്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാനും അത് മുറിഞ്ഞു പോകാത്ത നന്മ നമ്മിൽ നിലനിൽക്കുവാനും നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരവും തറാവീഹ് നമസ്കാരവും ഖിയാമുൽ ലൈലും ഖുർആൻ പാരായണവും സ്വതക്കയും സകാത്തും അതുപോലെ നമ്മൾ ചെയ്ത എല്ലാ ചെറുതും വലുതുമായ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതുവഴി നമ്മുടെ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഒരുപാട് മനുഷ്യന്മാര് എന്നല്ല, എല്ലാ മനുഷ്യന്മാരും അതുപോലെ തന്നെ ജീവജാലങ്ങളും അത്യുഷ്ണം കൊണ്ട് പൊറുതിമുട്ടുകയാണ്, വെന്തുരുകയാണ്. മഴയ്ക്ക് വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഒരു മഴ പെയ്തിരുന്നുവെങ്കിൽ എല്ലാവരും കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി റഹ്മാനായ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് നാം പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന് ദുസ്സഹമായ രൂപത്തിലുള്ള ഈ അത്യുഷ്ണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും നമ്മുടെ ശരീരത്തിനും മനസ്സിനും പ്രകൃതിക്കും സമൂഹത്തിനും നാൽക്കാലികൾക്കുമൊക്കെ ഗുണകരമായ രൂപത്തിൽ നല്ല രൂപത്തിൽ നമുക്ക് മഴ വർഷിപ്പിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്സ്നാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ അഗ്സ്നാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ അഗ്സ്നാ ഗൈസൻ മുഗീസ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين.